Good morning, welcome to you and me learning. 7ാം ക്ലാസ്സിലെ അവസാനത്തെ യൂണിറ്റാണ് മൊമെൻറ്റ്സ് ഓഫ് ഹ്യൂമർ. അതിലെ ആദ്യ പാഠഭാഗമാണ് കൂട്ടുകാരെ നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത്. മൈ ഫിനാൻഷ്യൽ കരിയർ റിട്ടൺ ബൈ സ്റ്റീഫൻ ലീകോക്ക്. മൈ ഫിനാൻഷ്യൽ കരിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്താണ് ഹ്യൂമർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൊമെൻറ്റ്സ് ഓഫ് ഹ്യൂമർ ആണ്. അപ്പോൾ ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളൊക്കെ നല്ല രസകരമായിട്ടുള്ള കഥാതന്തുക്കളാണ് അവതരിപ്പിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള തമാശയ്ക്ക് വകയുള്ള കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമല്ലോ. നമുക്ക് ആരംഭിക്കാം. യു ക്യാൻ സീ എ കാർട്ടൂൺ ഹിയർ. ഈ കാർട്ടൂണിൽ നോക്കൂ കൂട്ടുകാരെ, വൈ ആർ യു ലേറ്റ് അരുൺ? ടീച്ചർ ചോദിക്കുകയാണ്, ക്ലാസ് റൂമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ടീച്ചർ ചോദിക്കുകയാണ്, എന്താണ് അരുൺ ലേറ്റായേ? ബിക്കോസ് ഓഫ് എ സൈൻ ഡൗൺ ദ റോഡ്. ടീച്ചറെ, ഒരു സൈൻ ബോർഡ് കാരണമാണ് ഞാൻ ലേറ്റായത്. വാട്ട് ഡസ് എ സൈൻ ഹാവ് ടു ഡു വിത്ത് യുവർ ബീയിങ് ലേറ്റ്? എന്താണ് സൈൻ ചെയ്തത് നീ ലേറ്റ് ആവാനായിട്ട്? ദ സൈൻ സെഡ് സ്കൂൾ അഹെഡ് ഗോ സ്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് വെക്കുന്ന ഒരു സൈൻ ബോർഡാണ് കൂട്ടുകാർക്കറിയാം സ്കൂൾ അഹെഡ് ഗോ സ്ലോ എന്ന് പറയുന്നത്. വാഹനങ്ങളൊക്കെ സ്ലോ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സൈൻ ബോർഡാണത്. അപ്പോൾ സ്കൂൾ തൊട്ടടുത്ത് തന്നെയുണ്ട്, പതുക്കെ പോവുക എന്ന് പറഞ്ഞപ്പോൾ അരുൺ വളരെ പതുക്കെ നടന്നത്, അതുകൊണ്ടാണ് അരുൺ ലേറ്റ് ആയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ കൊച്ചു കൊച്ചു തമാശകൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും അല്ലേ? അതൊക്കെ ഒന്ന് ആലോചിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ തമാശ നിറഞ്ഞ രസകരമായ അനുഭവങ്ങളൊക്കെ കൂട്ടുകാർ ഇതേപോലെ തന്നെ തമാശ പറഞ്ഞ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നോക്കാം കൂട്ടുകാർ, കേരള ഈസ് ഹോം to many a great humorous poet. Let us read about one of them. അപ്പോൾ കേരളത്തിൽ അതുപോലെ വളരെയധികം മഹാന്മാരായിട്ടുള്ള കവികളുണ്ടായിട്ടുണ്ട്. ഒരുപാട് തമാശകൾ എഴുതി നമ്മളെ ചിരിപ്പിച്ച റൈറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതിലൊരാളെ നമുക്കിവിടെ പരിചയപ്പെടാം. അത് മറ്റാരുമല്ല, കുഞ്ചൻ നമ്പ്യാരാണ്. ദ ഗ്രേറ്റ് പോയറ്റ് ആൻഡ് സ്റ്റോറി ടെല്ലർ മെയ്ഡ് ലിറ്റററി വിറ്റ് ആൻഡ് ഹ്യൂമർ understandable to the common man. His art form ഓട്ടൻതുള്ളൽ reflects his sense of social responsibility. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ നമുക്കറിയാം, നോക്കട മർക്കട മായ പ്രയോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അദ്ദേഹം എഴുതിയപ്പോൾ തൊട്ടാണ് എന്താണ് സാധാരണക്കാർക്ക് എഴുതുന്നതിൻ്റെ എഴുത്തിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായത്. പണ്ടത്തെ എഴുത്തുകാർ അല്ലെങ്കിൽ കൊട്ടാരം കവികളൊക്കെ ഭയങ്കര കടുകട്ടി വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എഴുതുക. കൂടുതലും വർണ്ണനകളായിരിക്കും. പ്രത്യേകിച്ച് രാജാവുമായി ബന്ധപ്പെട്ട ആളുകളേക്ക് വർണ്ണിച്ചിട്ടുള്ള കവിതകളൊക്കെയാണ് എഴുതാറ്. പക്ഷേ കുഞ്ചൻ നമ്പ്യാർക്ക് വന്നപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരെക്കുറിച്ചൊക്കെ എഴുതി തുടങ്ങി. എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി തുടങ്ങി. ഹിസ് ആർട്ട് ഫോം, അദ്ദേഹമാണ് ഓട്ടൻതുള്ളൽ തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്, കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ ലെറ്റ് us read an anecdote from his life. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഏട് നമുക്ക് വായിക്കാം. കുഞ്ചൻ നമ്പ്യാർ വാസ് വെരി പുവർ. വളരെ പാവപ്പെട്ട മനുഷ്യനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. ഹി യൂസ് ടു ഈറ്റ് അറ്റ് ആൻ ഓട്ടുപുര മെയിൻറ്റെയിൻഡ് ബൈ ദ കിങ്. അപ്പോൾ രാജാവിൻ്റെ ഊട്ടുപുരയിൽ നിന്നാണ് ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. Those in charge of the Utupura used to serve stale food. One day the king and Nambya were walking along the main road. They came across a cow passing loose dung. അപ്പോൾ ഇവിടെ ഊട്ടുപുരയിലുള്ള ആളുകൾ എന്താ ചെയ്തിരുന്നത്? കേടായ മോശമായ ഭക്ഷണമാണ് വിളമ്പിയിരുന്നത്. അപ്പോൾ ഒരു ദിവസം രാജാവും നമ്മുടെ കുഞ്ചൻ നമ്പ്യാരും കൂടെ ഇങ്ങനെ നടന്നു പോകായിരുന്നു കേട്ടോ. മെയിൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവർ ഒരു പശുവിനെ കണ്ടു. പശുവിൻ്റെ ചാണകമാണെങ്കിൽ എന്താണ് വളരെ പശു വയറിളകി ചാണകം ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്പ്യാർ വെൻറ്റ് നിയർ ദ കൗ ആൻഡ് എൻക്വയർഡ്. നമ്പ്യാർ എന്ത് ചെയ്തു? ഈ പശുവിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ആർ യു ഓൾസോ സെർവ് ഫുഡ് ഫ്രം ദ കിങ്സ് ഊട്ടുപുര? നീയും
ആ രാജാവിൻ്റെ പന്തിയിൽ നിന്നാണ്, രാജാവിൻ്റെ ഊട്ടുപുരയിൽ നിന്നാണോ നിനക്കും ഭക്ഷണം എന്ന് കുഞ്ചൻ നമ്പ്യാർ ചോദിച്ചു. പശുവിനോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇതാര് കേൾക്കുന്നുണ്ട്? ആ രാജാവ് കേൾക്കുന്നുണ്ട്. ദ കിങ് ഹേർഡ് ദിസ് റിമാർക്ക്. ഹി മെയ്ഡ് എൻക്വയറീസ് ആൻഡ് ഗീവ് ഓർഡേഴ്സ് ടു ഡിസ്മിസ് ദ കറപ്റ്റ് ഒഫീഷ്യൽസ്. നെവർ മോർ വാസ് സ്റ്റെയിൽ ഫുഡ് സെർവ്ഡ് അറ്റ് ദ കിങ്സ് ഊട്ടുപുര. അപ്പോൾ ബുദ്ധിമാനായ രാജാവ് കാര്യം മനസ്സിലാക്കി അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഊട്ടുപുരയിലെ അങ്ങനത്തെ കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അവിടെ നിന്നും ഡിസ്മിസ് ചെയ്തു. അങ്ങനെ നല്ല ഭക്ഷണം ഊട്ടുപുരയിൽ വിളമ്പാനായിട്ട് തുടങ്ങി. അതിന് ശേഷമാണ് നല്ല ഭക്ഷണം കൊടുത്തു തുടങ്ങി. അപ്പോൾ ഇത് കുഞ്ചനമ്പ്യാരുടെ ജീവിതത്തിലെ ഒരേടാണ്. അപ്പോൾ നമ്പ്യാർ ചോദിച്ചത്, പശുവേ എന്താ പയ്യെ നിനക്കും രാജാവിൻ്റെ ഊട്ടുപുരയിൽ നിന്നാണോ ഊണ് എന്ന് ചോദിച്ചു. ആ നർമ്മം നിറഞ്ഞ, ആ ഫലിതം നിറഞ്ഞ ആ ചോദ്യത്തിൽ നിന്നും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായി. കൂട്ടുകാരെ അടുത്ത ഭാഗം നോക്കൂ. വാട്ട് ഈസ് ഹ്യൂമർ? എന്താണ് നർമ്മം എന്നാണ് ഇവിടെ പറയുന്നത്. ഹ്യൂമർ അപ്പോൾ ഹ്യൂമർ എന്താണെന്ന് നോക്കാം കൂട്ടുകാരെ. ഹ്യൂമർ ക്യാൻ ബി സിംപ്ലി ഡിഫൈൻഡ് ആസ് എ ക്വാളിറ്റി ഇൻ സംതിങ് ദാറ്റ് മേക്സ് ഇറ്റ് ഫണ്ണി. ഹ്യൂമർ ലീഡ്സ് ടു ലാഫർ. അപ്പോൾ ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമായാലും അതിനെ രസകരമാക്കുന്ന ഒന്നാണ് നർമ്മം എന്ന് പറയുന്നത്. ഈ നർമ്മം ഉണ്ടെങ്കിൽ എന്തുണ്ട്? നമ്മൾ ചിരിക്കും അല്ലേ? സന്തോഷം വരും, നമ്മൾ ചിരിക്കും. വെൻ ലാഫർ ഈസ് ഷെയർഡ് ഇറ്റ് ബ്രിങ്സ് പീപ്പിൾ ടുഗെദർ ആൻഡ് ഇൻക്രീസസ് ഹാപ്പിനെസ് ആൻഡ് ഇൻറ്റിമസി എമംഗ് ദം. അപ്പം നമ്മൾ ചിരി മറ്റുള്ളവരിലേക്കും കൂടെ പകരുമ്പോൾ സന്തോഷം അല്ലേ? എല്ലാവരിലേക്കും സന്തോഷം പടരും. എല്ലാവരും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് കൂടും. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് പീപ്പിൾ ഓഫ് ഓൾ ഏജസ് ആൻഡ് കൾച്ചേഴ്സ് ക്യാൻ റെസ്പോണ്ട് ടു ഹ്യൂമർ ഇൻസ്റ്റൻ്റ്ലി. അപ്പോൾ ഒരു രസകരമായ കാര്യം മറ്റൊന്ന്, ഈ കണ്ട കാലയളവ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഏത് ജനങ്ങളായിക്കോട്ടെ, ഏത് കാലഘട്ടമായിക്കോട്ടെ, അവരിലേക്ക് നർമ്മത്തിന് പെട്ടെന്ന് എത്താൻ പറ്റും. ഇൻസ്റ്റൻറ്റ് റെസ്പോൺസാണ്. പെട്ടെന്ന് തന്നെ നർമ്മത്തിന് റെസ്പോണ്ട് ചെയ്യും ആൾക്കാർ. എന്ത് ചെയ്യും? അവർ ചിരിക്കും അല്ലേ? മോസ്റ്റ് പീപ്പിൾ ആർ ഏബിൾ ടു ലാഫ് ഓർ സ്മൈൽ അറ്റ് സംതിങ് ഫണ്ണി ആൻഡ് അതർ ഫോർ കൺസിഡർ ടു ഹാവ് എ സെൻസ് ഓഫ് ഹ്യൂമർ. ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും രസകരമായ കാര്യത്തോട് റെസ്പോണ്ട് ചെയ്യും. ഇങ്ങനെ ഒന്നെങ്കിൽ ചിരിക്കും അല്ലേ? പൊട്ടിച്ചിരിക്കും. അപ്പോൾ ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളവരാണ് അങ്ങനെ ചിരിക്കുക എന്ന് പറയുന്നത്. അതായത് സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്ത ആൾക്കാരില്ല അല്ലേ? വളരെ അപൂർവം, അങ്ങനെ ഇല്ല. ഹ്യൂമർ ആൻഡ് ലാഫർ ഇറ്റ് ഈസ് സെഡ് സ്ട്രെങ്തൻ വൺസ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇനി ഇതിൻ്റെ ശാസ്ത്രം, ഈ നർമ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ്? ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും. എൻഹാൻസ് വൺസ് എനർജി, നമ്മുടെ എനർജി കൂടും. ആൻഡ് പ്രൊട്ടക്റ്റ് വൺ ഫ്രം ദ ഡാമേജിങ് ഇഫക്ട്സ് ഓഫ് സ്ട്രെസ്സ്. സ്ട്രെസ്സാണ് ഇന്നത്തെ ജീവിതത്തിൽ. സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാത്ത ആളുകളില്ല എന്നുള്ളത്. എല്ലാവരും സ്ട്രെസ്സ് ഒരു രോഗമായിട്ട് കാണേണ്ട അവസ്ഥയിലേക്ക് വരെ ഭീകരമായിട്ട് മാറാണ്. അപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഹ്യൂമറിന് വലിയ കഴിവുണ്ട്. രക്ഷ തരാനായിട്ട് ഹ്യൂമറിന് വലിയ കഴിവുണ്ട്. ഇൻഫാക്റ്റ് സത്യത്തിൽ ഹ്യൂമർ ഈസ് എ പ്രൈസ്ലെസ് മെഡിസിൻ. നർമ്മം എന്നുള്ളത് അല്ലെങ്കിൽ ഫലിതം എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഹ്യൂമർ കാശ് കൊടുക്കണ്ടാത്ത ഒരു മരുന്നാണ്. ദിസ് മെഡിസിൻ ഇസ് ഫ്രീ, ക്വൈറ്റ് ഈസി ടു യൂസ് ആൻഡ് അവൈലബിൾ എവ്രിവെയർ. അപ്പോൾ എവിടെ നിന്നും ലഭിക്കും, ഈസി ആയിട്ട് ഉപയോഗിക്കാം, ഫ്രീ ആയിട്ടുള്ള ഒരു മരുന്നാണ് നർമ്മം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെൻ വി ക്രാക്ക് എ ജോക്ക് ഇറ്റ് മസ്റ്റ് ബി റിമെമ്പേർഡ് ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ഹേർട്ട് ദ ഫീലിങ്സ് ഓഫ് എനിവൺ. നമ്മളൊരു തമാശ പറയുമ്പോൾ തമാശ മറ്റുള്ളവരുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് വേണം നമ്മൾ തമാശ പറയാൻ. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന തമാശകളൊന്നും പറയില്ലേ എന്നും കൂടെ ഓർക്കണേ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. My financial career. Stephen Butler Leacock is an English-born Canadian teacher, writer, and humorist. He is known for his light humor and criticism of people's follies. His notable works are Sunshine Sketches of a Little Town, Arcadian Adventures with the Idle Rich, etc. The Stephen Leacock Memorial Medal for Humour was instituted in his honor. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ട് സ്റ്റീഫൻ ലീകോക്ക് മെമ്മോറിയൽ മെഡൽ എന്നുള്ള പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫോർ ഹ്യൂമർ.
നർമ്മത്തിനാണത്. അപ്പോൾ ഇദ്ദേഹം നർമ്മരസം കലർന്ന എഴുത്തുകൾ, റൈറ്റിങ്സാണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ. ഇദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, കനേഡിയൻ ടീച്ചറായിരുന്നു, അതുപോലെ തന്നെ എഴുത്തുകാരനാണ്, അതുപോലെ തന്നെ ഹ്യൂമറിസ്റ്റാണ്. ഇദ്ദേഹം ആളുകൾക്ക് വരുന്ന ചെറിയ ചെറിയ പിഴവുകൾ വെച്ചിട്ടാണ് ഹ്യൂമർ ഉണ്ടാക്കുക. ആ പിഴവുകളെ വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുന്ന റൈറ്റിങ്സാണ് അദ്ദേഹത്തിൻ്റെ കേട്ടോ. എഴുത്തുകൾ എന്ന് പറയുമ്പോൾ ലെറ്റർ അല്ല ഉദ്ദേശിക്കുന്നത്, റൈറ്റിങ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ സൺഷൈൻ, സ്കെച്ചസ് ഓഫ് എ ലിറ്റിൽ ടൗൺ, ആർക്കേഡിയൻ അഡ്വഞ്ചേഴ്സ് വിത്ത് ഐഡൽ റിച്ച് എന്നിവയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം കൂട്ടുകാരെ. വെൻ ഐ ഗോ ഇൻ ടു എ ബാങ്ക് ഐ ഗെറ്റ് നെർവസ്. അപ്പോൾ ഒരാൾ പറയാണ്, ബാങ്കിലൊക്കെ പോകുമ്പോൾ ഞാൻ ആകെ വിറയ്ക്കും. ദ ക്ലർക്സ് മേക്ക് മീ നെർവസ്. ക്ലർക്കുമാരെ കാണുമ്പോഴേ തന്നെ ആകെ വിറച്ചു തുടങ്ങും, ആകെ പരിഭ്രമാണ്. ദ ലിറ്റിൽ വിൻഡോസ് അറ്റ് ദ കൗണ്ടേഴ്സ് മേക്ക് മീ നെർവസ്. കൗണ്ടറിലുള്ള ചെറിയ ജനൽപ്പാളികൾ പോലെയുള്ള ഓപ്പണിംഗ് ഇല്ലേ, അതിലൂടെയാണ് നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുക. ദ സൈറ്റ് ഓഫ് അതും എന്നെ പേടിപ്പിക്കും. ദ സൈറ്റ് ഓഫ് ദ മണി മേക്സ് മീ നെർവസ്. കൂടാതെ കാശ് കാണുമ്പോഴും ഞാൻ ആകെ പരിഭ്രമിച്ചു പോകും. എവറിത്തിങ് മേക്സ് മീ നെർവസ്. ബാങ്കിൽ ചെന്ന് എന്ത് കണ്ടാലും പേടിയാണ്, എനിക്ക് ആകെ വിറയിലാണ്. നെവർദലെസ് ഐ ഹാഡ് ടു ഗോ ടു ദ ബാങ്ക്. എന്നിരുന്നാലും എനിക്ക് ബാങ്കിൽ പോകേണ്ടിയിരുന്നു, ഞാൻ പോയി. There was a fair increase in my salary. I wanted to deposit the money with the bank. I felt that the bank was the only place for it. അപ്പോൾ എൻ്റെ സാലറിയൊക്കെ വർദ്ധിച്ചു. അപ്പോൾ ബാങ്കിൽ എന്തായാലും കാശ് കൊണ്ടേ ഇടണം. അപ്പോൾ ബാങ്ക് മാത്രമാണ് കാശിടാനുള്ളൊരു സ്ഥലമെന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഐ വോക്ക്ഡ് ഇൻ വിത്ത് ഡ്രാഗിങ് ഫീറ്റ് ആൻഡ് ലുക്ക്ഡ് ഷൈലി റൗണ്ട് അറ്റ് ദ ക്ലർക്സ്. ഐ ഹാഡ് ആൻ ഐഡിയ ദാറ്റ് എ പേഴ്സൺ അബൌട്ട് ടു ഓപ്പൺ ആൻ അക്കൗണ്ട് മസ്റ്റ് കൺസൾട്ട് ദ മാനേജർ. അപ്പോൾ ഞാനങ്ങനെ ബാങ്കിലെത്തി. ഞാൻ പതുക്കെ വലിച്ച് കാല് വെച്ചിട്ടാണ് നടന്നത്. കാരണം വലിയ താല്പര്യമില്ലാത്ത പോലെ ക്ലർക്കുമാരെ കാണുമ്പോൾ ഒരു നാണാണ് തോന്നിയത്. അപ്പോൾ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ മാനേജറെ കാണണമെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഐ വെൻറ്റ് അപ്പ് ടു എ കൗണ്ടർ മാർക്ക്ഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ അക്കൗണ്ടൻറ്റ് എന്നെഴുതിയ കൗണ്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ നിന്നു. ദ അക്കൗണ്ടൻറ്റ് വാസ് എ ടോൾ കൂൾ ഫെല്ലോ. അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നല്ല ഉയരത്തിലുള്ള വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള വ്യക്തി. ദ വെരി സൈറ്റ് ഓഫ് ഹിം മെയ്ഡ് മീ നെർവസ്. അദ്ദേഹത്തെ കണ്ടതോടുകൂടി തന്നെ എനിക്ക് ആകെ പരിഭ്രമായി. മൈ വോയിസ് വാസ് ഡീപ്പ് ആൻഡ് ഹോളോ. എൻ്റെ ശബ്ദമൊക്കെ ആകെ അങ്ങനെ കനത്ത ശബ്ദത്തിലേക്ക് വന്നു. ക്യാൻ ഐ സീ ദ മാനേജർ ഐ സെഡ് ആൻഡ് I added solemnly, alone. I don't know why I said alone. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് മാനേജറെ കാണണം, തനിച്ച് എന്ന് അറിയാണ്ട് പറഞ്ഞുപോയി. എന്താണ് ഈ തനിച്ച് എന്നുള്ള വാക്ക് പിന്നാലെ വന്നതെന്ന് മനസ്സിലാവണില്ല. സെർട്ടൻലി സെഡ് ദ അക്കൗണ്ടൻറ്റ്. തീർച്ചയായും എന്ന് അക്കൗണ്ടൻറ്റ് പറഞ്ഞു. ദ മാനേജർ വാസ് എ ഗ്രേവ് കാം മാൻ. മാനേജറാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. ആർ യു ദ മാനേജർ ഐ ആസ്ക്ഡ്. നിങ്ങളാണോ മാനേജർ? യെസ് ഹീ സെഡ്. അപ്പം മാനേജർ പറഞ്ഞു, അതെ. ക്യാൻ ഐ സീ യു ഐ ആസ്ക്ഡ് അലോൺ. എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുമോ തനിച്ച്? ഐ ഡിഡൻറ്റ് വാണ്ട് ടു സേ അലോൺ എഗെയിൻ ബട്ട് ഐ കുഡിൻ ഹെൽപ്പ് ഇറ്റ്. പക്ഷേ എലോൺ എന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. വീണ്ടും എലോൺ ചതിച്ചു. വീണ്ടും എലോൺ പിന്നാലെ വന്നു. എലോൺ എന്നുള്ള വാക്ക് കയറി വന്നു. ദ മാനേജർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സം അലാം. ഹി ഫെൽറ്റ് ദാറ്റ് ഐ ഹാഡ് എ ടെറിബിൾ സീക്രറ്റ് ടു റിവീൽ. മാനേജർ എന്നെ നോക്കിയപ്പോൾ മാനേജറിൻ്റെ മനസ്സിൽ എന്തോ തോന്നിയ പോലെ, അതായത് ഞാൻ എന്തോ സീക്രട്ട് പറയാൻ വേണ്ടി വന്ന ആളാണ്, എന്തോ അടിയന്തരമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി വന്നിട്ടുള്ള, ആ സീക്രട്ട് പറയാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് എന്ന് മാനേജർക്ക് എന്നെ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവണം. Come in here, he said, and led the way to a private room. He turned the key on the lock. ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു മുറിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? വാതിൽ തുറന്ന് വി ആർ സേഫ് ഫ്രം ഇൻറ്ററപ്ഷൻ ഹിയർ ഹീ സെഡ് സിറ്റ് ഡൗൺ. എന്നിട്ട് വാതിലടച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ആരും വരില്ല, നമ്മളിവിടെ സേഫാണ്, ഇരിക്കൂ. വി ബോത്ത് സാറ്റ് ഡൗൺ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. അപ്പോൾ വാതിൽ പൂട്ടിയിട്ടു കേട്ടോ. വാതിൽ ലോക്കിട്ടു, ഉള്ളിൽ കയറിയിട്ട് ഇനി ഇവിടെ ആരും വരില്ല എന്ന് പറഞ്ഞു. വി ബോത്ത്, ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നു. വി ബോത്ത് സാറ്റ് ഡൗൺ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. ഐ ഫൗണ്ട് നോ വോയിസ് ടു സ്പീക്ക്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും പറയാനായിട്ട് ശബ്ദം കിട്ടണില്ല. യു ആർ എ ഡിറ്റക്റ്റീവ് ഐ സപ്പോസ് ഹീ സെഡ്. അപ്പോൾ മാനേജർ എന്നെ തുടങ്ങുകയാണ്. മാനേജർ പറയാണ്, നിങ്ങളൊരു ഡിറ്റക്റ്റീവാണ് അല്ലേ? ഐ ആം നോട്ട് എ ഡിറ്റക്റ്റീവ് അറ്റ് ഓൾ.
I come to open an account. I intend to keep all my money in this bank. ഞാൻ ഡിക്റ്റേറ്റീവ് ഒന്നല്ല, എനിക്കൊരു അക്കൗണ്ട് തുടങ്ങണം, എൻ്റെ കാശ് മൊത്തം എനിക്കിവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. ദ മാനേജർ ലുക്ക്ഡ് റിലീവ്ഡ് ബട്ട് സ്റ്റിൽ സീരിയസ്. അപ്പോഴാണ് മാനേജർക്ക് ശ്വാസം നേരെ വീണത്. അദ്ദേഹം പേടിച്ചു പോയായിരുന്നു. ഇതേതോ അന്വേഷണ ഉദ്യോഗസ്ഥനാണോ എന്ന് സംശയിച്ചു പോയായിരുന്നു. ഹീ കൺക്ലൂഡഡ് നൗ ദാറ്റ് ഐ വാസ് എ മില്യനെയർ. അപ്പോൾ മാനേജർക്ക് തോന്നി, ഇദ്ദേഹം എന്തോ ലക്ഷപ്രഭുവാണ്, ഒരുപാട് എമൗണ്ട്, ലക്ഷങ്ങൾ ഇടാനായിട്ട് വന്നേക്കണതാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ലാർജ് അക്കൗണ്ട് ഐ സപ്പോസ് ഹി സെഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലിയൊരു അക്കൗണ്ട് തുടങ്ങണം അല്ലേ? ഫെയർലി ലാർജ് ഐ വിസ്പേർഡ്. വലിയ കുഴപ്പമില്ലാത്ത വലിയ അക്കൗണ്ടാണ് തുടങ്ങേണ്ടത്. ഐ പ്രപ്പോസ് ടു ഡെപ്പോസിറ്റ് $56 നൗ ആൻഡ് $50 എ മന്ത് റെഗുലർലി. അപ്പോൾ $56 ഇപ്പോൾ ഇടണം, പിന്നെ $50 വെച്ചിട്ട് എല്ലാ മാസവും ഇടാം. അപ്പോൾ 56 രൂപ ഇപ്പോൾ ഇടണം, 50 രൂപ വെച്ചിട്ട്, അല്ലെങ്കിൽ 560 രൂപ ഇപ്പോൾ ഇടണം, 500 രൂപ വെച്ചിട്ട് പിന്നെ എല്ലാ മാസവും ഞാൻ ഇട്ടേക്കാം എന്ന് പറയുന്ന ആൻസറാണിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ അത്രയാണ്, ആകെ തുച്ഛമായൊരു എമൗണ്ടാണ് ഇടുന്നുള്ളൂ. ഐ കുഡ് സീ ദ മാനേജർ ട്രൈങ് ടു സപ്രസ് എ ലോഫ്. മാനേജർക്ക് ആകെ ചിരിക്കാൻ തോന്നി. അയ്യോ കഷ്ടം, ഇദ്ദേഹം എന്നിട്ട് എന്തിനാണ് എന്നെ കാണേണ്ടി വന്നത് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും. ഹി ഗോട്ട് അപ്പ് ആൻഡ് ഓപ്പൺ ദ ഡോർ. മാനേജർ വേഗം എണീറ്റു, വാതിൽ തുറന്നു. ഹി കോൾ ടു ദ അക്കൗണ്ടൻറ്റിനെ വിളിച്ചു. മിസ്റ്റർ മോൺഗോമറി, ഹി സെഡ് അൺകൈൻഡ്ലി loud, this gentleman is opening an account. He will deposit $56. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ മാനേജർ ഒരു കളിയാക്കലും കൂടെ നടത്തി. മാനേജർ പറയാണ്, ഇദ്ദേഹം ഒരു അക്കൗണ്ട് തുടങ്ങാനാണ് വന്നത്, ഇദ്ദേഹം $56 ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഐ റോസ്, ദ മാനേജർ ഷോഡ് മീ ദ വേ ടു ദ അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഞാനും എണീറ്റു. അപ്പോൾ എന്നെ എങ്ങനെ ചൂണ്ടിക്കാണിച്ചു, ആ അക്കൗണ്ടിൻ്റെ പിന്നാലെ പൊക്കോളാനായിട്ട് എനിക്ക് വഴി കാണിച്ചു തന്നു. I went up to the accountant's counter and pushed the money at him with a sudden quick movements as if I were doing a conjuring trick. അപ്പോൾ ഞാൻ അക്കൗണ്ടൻ്റെ കൗണ്ടറിൽ ചെന്നിട്ട് കാശ് അങ്ങോട്ടേക്ക് തള്ളി വെച്ചു പെട്ടെന്ന് തന്നെ. മൈ ഫേസ് വാസ് പെയിൽ ആസ് ഡെത്ത്. മരവിച്ച മനുഷ്യനെ പോലെയായിരുന്നു എൻ്റെ മുഖം. Here I said, deposited. The tone of the words seemed to mean, let us do this painful thing. ഇത് ഡെപ്പോസിറ്റ് ചെയ്യേ എന്ന് ഞാൻ പറയുമ്പോൾ എന്തോ ഭയങ്കര വേദനാജനകമായ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന പോലെയാണ് എൻ്റെ ടോണായിരുന്നത്, അതായത് എൻ്റെ ശബ്ദമായിരുന്നത്. വളരെ വേദനിച്ചാണ് ഈ കാശ് അങ്ങോട്ട് കൊടുത്തത്. ഹീ ടുക്ക് ദ മണി ആൻഡ് ഗേവ് ഇറ്റ് ടു അനദർ ക്ലർക്ക്. അപ്പോൾ ആ അക്കൗണ്ടൻ്റ് കാശ് എടുത്തിട്ട് അടുത്ത ക്ലർക്കിന് കൈമാറി. അടുത്ത ഭാഗം നോക്കൂ കൂട്ടുകാരെ. ഹി മെയ്ഡ് മീ റൈറ്റ് ദ സം ഓൺ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് സൈൻ മൈ നെയിം ഇൻ എ ബുക്ക്. അപ്പോൾ ആ അക്കൗണ്ടൻ്റ് എന്നോട് പറഞ്ഞു മൊത്തം കാശ് ഒരു പേപ്പറിൽ എഴുതാനായിട്ട് പറഞ്ഞു, എന്നിട്ട് അവിടെ സൈൻ ചെയ്യിപ്പിച്ചു. ഐ നോ ലോങ്ങർ ന്യൂ വാട്ട് ഐ വാസ് ഡൂയിങ്. എന്താണ് ഞാൻ ചെയ്യണതെന്ന് എനിക്കത് മനസ്സിലായില്ല. ദ ബാങ്ക് വാസ് ഗോയിങ് റൗണ്ട് ആൻഡ് റൗണ്ട് ബിഫോർ മൈ ഐസ്. എൻ്റെ കണ്ണിൽ ഇങ്ങനെ ബാങ്ക് കടന്ന് കറങ്ങിക്കൊണ്ടേയിരുന്നു. ഈസ് ഇറ്റ് ഡെപ്പോസിറ്റഡ്? ഐ ആസ്ക്ഡ് നെർവസ്ലി. എന്താണ് കാശ് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തോ എന്ന് ഞാൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ഇറ്റ് ഈസ് സെഡ് ദ അക്കൗണ്ടൻറ്റ്. അതെ. ദെൻ ഐ വോണ്ട് ടു ഡ്രോ ചെക്ക്. ഐ വോണ്ട് ടു ഗെറ്റ് ബാക്ക് സം മണി. അയ്യോ എനിക്കെന്നാൽ ചെക്ക് വേണം, എനിക്ക് കുറച്ച് കാശ് വിത്ഡ്രോ ചെയ്യണം, തിരിച്ചെടുക്കണമെന്ന്. മൈ ഐഡിയ വാസ് ടു ഡ്രോ ഔട്ട് $6 ഓഫ് ഇറ്റ് ഫോർ പ്രസൻറ്റ് യൂസ്. അപ്പോൾ ഞാൻ മറന്നുപോയി, എൻ്റെ ഇപ്പോഴത്തെ ആവശ്യത്തിന് $6 കയ്യിൽ പിടിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ $56 ഒരുമിച്ച് കൊടുക്കല്ലേ ചെയ്തത്. സമ്മൺ ഗേവ് മീ എ ചെക്ക് ബുക്ക് ത്രൂ എ ലിറ്റിൽ വിൻഡോ ആൻഡ് സമ്മൺ എൽസ് ബിഗാൻ ടെല്ലിങ് മീ ഹൗ ടു റൈറ്റ് ഇറ്റ് ഔട്ട്. അപ്പോൾ ആരോ എനിക്ക് ചെക്ക് ബുക്ക് തന്നു, ആരോ ഒരാൾ അതിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു തന്നു. ദ പീപ്പിൾ ഇൻ ദ ബാങ്ക് തോട്ട് ദാറ്റ് ഐ വാസ് എ മില്യനെയർ ഹു ഹാഡ് സംതിങ് റോങ് വിത്ത് ഹിം. അപ്പോൾ ബാങ്കിലെ ആളുകളൊക്കെ എന്നെക്കുറിച്ച് ചിന്തിച്ചത് ഞാനെന്തോ ലക്ഷപ്രഭുവാണ്, പക്ഷേ ഒരിത്തിരി പ്രശ്നമുള്ള ഒരു ലക്ഷപ്രഭുവാണ്. ഐ റോട്ട് സംതിങ് ഓൺ ദ ചെക്ക് ആൻഡ് ത്രസ്റ്റ് ഇറ്റ് ഇൻ അറ്റ് ദ ക്ലാർക്ക്. ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അപ്പം ഞാൻ ചെക്കിൽ നോക്കി എഴുതി, എന്നിട്ട് ക്ലർക്കിൻ്റെ അടുത്തേക്ക് വെച്ചു. അപ്പോൾ ആ ക്ലർക്ക് എന്നെ നോക്കി. വാട്ട് ആർ യു ഡ്രോയിങ് ഇറ്റ് ഓൾ ഔട്ട് അഗെയിൻ? എന്ത്, താങ്കളെല്ലാം പിൻവലിക്കുകയാണോ?
ഹി ആസ്ക്ഡ് ഇൻ സർപ്രൈസ്. അദ്ദേഹം അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചു. ദെൻ ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ ഹാഡ് റിട്ടൺ 56 ഇൻസ്റ്റെഡ് ഓഫ് 6, ദി എൻറ്റയർ മണി ഐ ഡെപ്പോസിറ്റഡ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ $6 എന്നുള്ളതിന് പകരം $56 എന്നാണ് എഴുതിയത്. അപ്പോൾ ഇദ്ദേഹം എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്തത് തുടക്കത്തിൽ? $56 എന്നിട്ട് ചെക്ക് ബുക്ക് മേടിച്ച് ചെക്കിൽ ഇതാണ് ആ $56 തന്നെ പിൻവലിക്കണമെന്ന്. എന്നിട്ട് ഇത് അപ്പോൾ ഇവിടെ പറയുന്ന ഐ ഫെൽറ്റ് ദാറ്റ് ഐ വാസ് ഡൂയിങ് സംതിങ് അൺറീസണബിൾ. എന്തോ മണ്ടത്തരാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ഓൾ ദ ക്ലർക്സ് ഹാഡ് സ്റ്റോപ്ഡ് റൈറ്റിംഗ് ടു ലുക്ക് അറ്റ് മീ. എല്ലാ ക്ലർക്കുമാരും എഴുത്ത് നിർത്തി എന്നെ നോക്കി. യെസ്, ദ ഹോൾ തിങ്. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു അതെ, ഫുള്ള് ഞാൻ പിൻവലിക്കുകയാണ്. യു വിത്ഡ്രോ ഓൾ യുവർ മണി ഫ്രം ദ ബാങ്ക്. ബാങ്കിൽ നിന്നും ഫുൾ എമൗണ്ട് പിൻവലിക്കുകയാണോ? യെസ്, എവറി സെൻറ്റ് ഓഫ് ഇറ്റ്. അതെ, ഓരോ പൈസയും ഞാൻ പിൻവലിക്കുകയാണ്. ആർ യു നോട്ട് ഗോയിങ് ടു ഡെപ്പോസിറ്റ് എനിമോ? താങ്കൾ ഇനി ഒന്നും ഇടണില്ലേ, ബാങ്കിൽ ഇടണില്ലേ? ആസ്ക്ഡ് ദ ക്ലർക്ക് എസ്റ്റോണിഷ്ഡ്. അത്ഭുതത്തോടെ ക്ലർക്ക് ചോദിച്ചു. നെവർ, ഒരിക്കലുമില്ല. ഐ ഹാഡ് നോ എക്സ്പ്ലനേഷൻ ഫോർ മൈ ഫൂളിഷ് ബിഹേവിയർ. എൻ്റെ മണ്ടത്തരത്തിന് ഒരു ന്യായീകരണം എനിക്കില്ല. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു ഐ ആക്റ്റഡ് ലൈക്ക് എ മാൻ വിത്ത് എ ഫിയർഫുള്ളി ക്വിക്ക് ടെമ്പർ. എനിക്കൊന്നും അപ്പോൾ ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാൻ ഭയങ്കര ദേഷ്യക്കാരനായ വ്യക്തിയെ പോലെ പെരുമാറി. The clerk gave me the money and I rushed out. ക്ലർക്ക് കാശ് മൊത്തം എനിക്ക് തന്നു. ഞാൻ വേഗം അവിടുന്ന് ഓടി. ആസ് ദ ബിഗ് ഡോർ swung behind me, I could hear the echo of a roar of laughter that went up to the ceiling of the bank. ഞാൻ വാതിലടച്ച് പുറത്തേക്ക് കടന്നപ്പോഴത്തേക്കും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു വലിയൊരു പൊട്ടിച്ചിരി. എൻ്റെ പിന്നിൽ ബാങ്കിൽ വലിയൊരു പൊട്ടിച്ചിരി കേൾക്കുന്നുണ്ടായിരുന്നു. സിൻസ് ദെൻ ഐ ബാങ്ക് നോ മോർ. അതിൽ പിന്നെ ജീവനുണ്ടെങ്കിൽ ഞാൻ ബാങ്കിൽ പോയിട്ടില്ല. അപ്പോൾ ഐ ബാങ്ക് നോ മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുണ്ടെങ്കിൽ പിന്നീട് ഞാൻ ബാങ്കിൽ പോയിട്ടില്ല. ഐ കീപ് മൈ മണി ഇൻ ക്യാഷ് ഇൻ മൈ ട്രൗസേഴ്സ് പോക്കറ്റ് ആൻഡ് മൈ സേവിങ്സ് ഇൻ സിൽവർ ഡോളേഴ്സ് ഇൻ എ സോക്സ്. അപ്പോൾ ഞാൻ എൻ്റെ കാശൊക്കെ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് സൂക്ഷിച്ചത് പിന്നീടുള്ള കാലത്ത്. അതുപോലെ തന്നെ എൻ്റെ സേവിങ്സ് എക്സ്ട്രാ വരുന്ന കാശ് മൊത്തം ചെറിയ കോയിൻസ് ആക്കിയിട്ട് സോക്സിൻ്റെ ഉള്ളിലും സൂക്ഷിച്ചു പോന്നു. ജീവനുണ്ടെങ്കിൽ ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോയിട്ടില്ല എന്നാണ് മൈ ഫിനാൻഷ്യൽ കരിയറിലെ പ്രൊട്ടാഗണിസ്റ്റ് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് അല്ലേ കൂട്ടുകാരെ? ബാങ്കിൽ പോയിട്ടുള്ള ആദ്യമായിട്ട് അക്കൗണ്ട് തുടങ്ങാൻ പോയ വ്യക്തിയുടെ അനുഭവം. പേടിയാണ്, ഈ കാശ് എവിടേക്കാണ് പോണേന്നൊന്നും നമ്മൾ കാണണില്ലല്ലോ. ഇതെന്താണ് ഈ ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നൊന്നും നമുക്ക് നമ്മൾ പിന്നെ ആ കാശ് കാണാനില്ല. അപ്പോൾ പേടിയാണ് ഇത് തിരിച്ച് കിട്ടുമെന്നൊക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കഥ ആണ് ലീക്കോക്ക് എഴുതിയിരിക്കുന്നത്. കൂട്ടുകാരിത് വായിച്ചു നോക്കി അർത്ഥം വീഡിയോ ക്ലാസ് കേട്ട് മനസ്സിലാക്കുമല്ലോ. താങ്ക് യു.